ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ സഭയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ മാർക്സ് ഓഫ് എ ട്രൂ ചർച്ച് എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നും ഒരു കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചിലേക്ക്, ഒരു സഭയിലേക്ക് നമ്മൾ എങ്ങനെയാണ് മാറി ചിന്തിക്കേണ്ടത് എന്നുള്ളൊരു വിഷയമാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. നമ്മുടെ സഭയിൽ കൂടി വരുന്ന ഓരോ വ്യക്തിയിലൂടെയും ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്താ നമുക്കറിയില്ല. പക്ഷെ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും മക്കളാണ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അത് ദൈവത്തിന്റെ കൃപാവരമായിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ഭൗതികമായിട്ട് ചെയ്യുന്നതല്ല, അത് ആത്മാവിന്റെ കൃപാവരങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം, അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ എല്ലാവരുടെയും കൃപാവരങ്ങളെ വെച്ച് സഭ തുടങ്ങിക്കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. കാരണം ആ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ടാണ് പലപ്പോഴും എല്ലാവർക്കും ശുശ്രൂഷകൾ അനുവദിക്കാത്തത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒരാൾ പറയുന്നത് ആത്മാവിലാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വേറൊരാൾ പറയുന്നതിനോട് കോൺഫ്ലിക്റ്റായിട്ട് വരാം, ആ കൺഫ്യൂഷൻ ഉണ്ടാകാം. അത് മാത്രമല്ല, പലരും ആത്മാവിൽ എന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സണൽ സ്കോർസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ആത്മാവ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവഭയം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ആത്മാവ് പറഞ്ഞു ദൈവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അതും ഇതൊക്കെ പറയുന്ന ആളുകളും സഭയിൽ വർദ്ധിച്ചു വരാം. അപ്പൊ ഇത് വിവേചിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഏത് ആത്മാവിനാലാണ് ഇവർ സംസാരിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൃപാവരങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധിക്കുന്നത്? എനിക്ക് ആത്മാവ് തോന്നിപ്പിച്ചു. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മനുഷ്യന്റെ മനസ്സിന് അവനെ തന്നെ വഞ്ചിക്കാനുള്ള ഭയങ്കരമായ കഴിവുണ്ട് എന്നുള്ളതാണ്. അവനെ തന്നെ വഞ്ചിക്കാൻ. ഇപ്പൊ നമുക്ക് ഹൃദയത്തിൽ തോന്നിയ പല കാര്യങ്ങളും 2 പ്രാവശ്യം ഞാൻ തന്നെ, ദൈവം എന്നെ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അങ്ങനെ തോന്നും. പക്ഷെ അത് സ്വാഭാവികമായിട്ടും എനിക്ക് യുക്തി കൊണ്ട് തോന്നിയ ഒരു കാര്യമായിരിക്കാം. പക്ഷെ അത് പറഞ്ഞ് ഞാൻ ദൈവം പറഞ്ഞു എന്നുള്ള രീതിയിലാക്കും. മനുഷ്യൻ അങ്ങനെ പല രീതിയിൽ സ്വയം വഞ്ചിക്കാനുള്ള ഭയങ്കരമായ കഴിവുണ്ട്. കഴിവെന്ന് അതിനെ വിളിക്കാൻ പറ്റത്തില്ല, സ്വയം വഞ്ചിക്കപ്പെടുന്നതിന് കഴിവെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് അങ്ങനെയുള്ളൊരു സ്വഭാവം, ഒരു പ്രത്യേക സ്വഭാവ വൈകൃതം മനുഷ്യനുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയം ഭയങ്കര വഞ്ചനകൾ നിറഞ്ഞതായതുകൊണ്ട് പല ശുശ്രൂഷകളും ആത്മാവിൽ നിന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അത് ആത്മാവിൽ തന്നെ നിർവഹിക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ സഭയിൽ വലിയ തകർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊരിന്ത് സഭയിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കൊരിന്ത് സഭയിലെ ഈ കൃപാവരങ്ങളുടെ വിനിയോഗം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ ആ സഭയെ പല കഷ്ണങ്ങളാക്കി നുറുക്കുന്ന ഒരവസ്ഥ വരുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അവിടെ കൃത്യസമയത്ത് ഇടപെട്ടത്. ഇന്ന് പൗലോസിന്റെ പക്ഷം അപ്പൊല്ലോസിന്റെ പക്ഷം എന്ന് വേർതിരിയുമ്പോൾ അങ്ങനെ ഇടപെടാൻ ഒരു പൗലോസ് ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗം ഈ പക്ഷങ്ങളെല്ലാം ഓരോരോ സഭകളായിട്ട് മാറും. പക്ഷെ അന്ന് അങ്ങനെ പൗലോസ് അനുവദിച്ചില്ല. അവിടെ തക്ക സമയത്ത് ഇടപെട്ട് അത് തടയുവാൻ പൗലോസിന് അന്ന് കഴിഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എങ്ങനെയാണ് കൃപാവരങ്ങളെ നമ്മൾ സ്ഫുടം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ കൃത്യമാക്കുന്നത്, വിവേചിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഒന്നാമത് വരുന്നത് അതല്ല. ഞാൻ ഒന്നാമത് അത് പറയാനുള്ള കാരണം, ദൈവം തന്റെ സഭയെ പണിയുമ്പോൾ ഒന്നാമത് അതായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് സഭയെ ദൈവം അസംബിൾ ചെയ്യുമ്പോൾ എക്ലീസിയ എക് ലാവോസ്, ഈ ജനക്കൂട്ടത്തിൽ നിന്ന് വലിച്ചു വേർതിരിച്ചെടുത്ത ജനം, കർത്താവ് അവരെ വിവിധങ്ങളായ കൃപാവരങ്ങൾ കൊണ്ട് പണിയുമ്പോൾ ദൈവം അങ്ങനെ തന്നെയാണ് അവരെ ആ സഭയോട് ചേർത്ത് ആത്മസ്നാനത്തിൽ സ്നാനപ്പെടുത്തിയത്. അപ്പോൾ ആ സഭയോട് ചേർന്ന് കഴിയുമ്പോൾ ഓരോ അവയവങ്ങളും ഓരോ രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി കർത്താവ് ഡിസൈൻ ചെയ്ത്, അങ്ങനെയാണ് തുടക്കം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ചർച്ച്, എസ്റ്റാബ്ലിഷ്ഡ് ഒരു ചർച്ചിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ തുടങ്ങാൻ പറ്റത്തില്ല. അതിന്റെ കാരണം ഈ കൃപാവരങ്ങളെ വിവേചിക്കാനും അതിനുള്ളൊരു അടിസ്ഥാനം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കൃപാവരങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, വചനം ശരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ബ്രദറുകാര് കൃപയില്ലാത്തവരെന്നൊക്കെ വിളിക്കും. ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് ആത്മാവെന്ന് പറയും. പക്ഷെ അവസാനം ബഹളവും മാത്രം അവശേഷിക്കും, വചനം ഉണ്ടാവില്ല. അല്ല, വചനം മാത്രം അവശേഷിക്കും, പിന്നെ അതിനകത്ത് ജീവൻ ഉണ്ടാവില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കമ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് നമ്മളെ തന്നെ. അതുകൊണ്ട് ഈ ബ്രദറിനാണ് പെന്തിക്കോസാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് എന്താണ് ഇതിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കൃപാവരങ്ങൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള ഫൗണ്ടേഷൻ എന്താണ് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ സഭയിലും അടിസ്ഥാനപരമായ വേദോപദേശങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെടണം എന്നുള്ളതാണ്. ഈ അടിസ്ഥാനപരമായ വേദോപദേശങ്ങൾ പഠിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം പെന്തക്കോസ്റ്റൽ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ എളുപ്പമാണെങ്കിലും വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ, അതായത് രക്ഷാസംബന്ധമായ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന പ്രശ്നം.
ഇപ്പൊ നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക്, അനേകം കഥകളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടുള്ള ഒരാൾക്ക് വേദപുസ്തകം വായിച്ചിട്ട് വേദപുസ്തകത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിലും രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ കാരണം രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മാത്രമല്ല, നിഷ്കളങ്ക മനസ്സോടെ കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് പാപബോധത്തോടെ രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ, കർത്താവിന്റെ രക്ഷ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വേദപുസ്തകത്തെ സമീപിക്കുന്നവർക്ക് മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അത് അടിസ്ഥാനമായി ഓരോ സഭയിലും ഉണ്ടെങ്കിൽ ഓരോ ശുശ്രൂഷയും വിവേചിക്കപ്പെടും. അത് ഓട്ടോമാറ്റിക്കലി അത് വിവേചിക്കപ്പെടും. അതങ്ങനെയാണ് ആ വചനത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഇപ്പോൾ ഒരാൾ സ്റ്റേജിൽ നിന്ന് പറയുകയാണ്. ഇപ്പൊ പലരും പ്രവചനം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തെ കുറിച്ചൊക്കെ വേണമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. സാധാരണ ഇപ്പൊ മുഴുവൻ പ്രോസ്പെരിറ്റിയാണ്. നമ്മളൊരു ശരിയായിട്ടുള്ള ഒരു പ്രവചനം വരികയാണെങ്കിൽ അത് വിശുദ്ധ ജീവിതത്തെ കുറിച്ചായിരിക്കും, നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടി ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് മനുഷ്യന്റെ ഒരു വിശുദ്ധിയുടെ കൺസെപ്റ്റിൽ നിന്ന് വേണമെങ്കിലും പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗതികളൊക്കെ വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമായിട്ട് എന്താണ് വിശുദ്ധീകരണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നീതീകരണം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ മക്കളായി മാറുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് ഈ പ്രവാചകനും അറിഞ്ഞിരിക്കണം, അത് കേൾക്കുന്നവരും അറിഞ്ഞിരിക്കണം. അപ്പൊ പ്രവചിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇതല്ലല്ലോ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ പ്രസംഗിക്കുകയാണ്, നിങ്ങളെല്ലാവരും വിശുദ്ധ ജീവിതം നയിച്ചോണം, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം നരകത്തിൽ പോകും എന്നൊരാൾ പ്രസംഗിച്ചാൽ ഒറ്റ നോട്ടത്തിൽ അത് വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ തിരിച്ച് ആ പാസ്റ്ററോട് തന്നെ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോകും എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ കുഴപ്പം അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്താ കുഴപ്പമെന്നറിയോ? സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് അയാളെ പോലെ ആയാൽ മതി. അതാണ് കുഴപ്പം. അതായത് സ്വർഗത്തിൽ പോകാൻ അയാൾ നിങ്ങൾക്കൊരു മാതൃക തന്നിരിക്കുകയാണ്. ക്രിസ്തു അല്ലത്, അയാളാണ്. ഞാൻ പോകും നിങ്ങൾ പോകില്ല എന്നൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ അതാണ് പ്രോബ്ലം. അപ്പോൾ ക്രിസ്തുവിന്റെ വിശുദ്ധീകരണത്തിന് പകരം വേറൊരാളുടെ അധ്വാനത്തെ നമ്മൾ ക്രിസ്തുവിന് തുല്യമായി പിതാവിന്റെ അടുക്കിലേക്കുള്ള വഴിയായി കാണുന്നു എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ വരില്ലേ? ആര് പ്രസംഗിച്ചാൽ ഇങ്ങനെ വരും. കാരണം എന്തുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധീകരണം എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഓരോ പ്രവചനത്തെയും ഓരോ കൃപാവരങ്ങളിലുള്ള ശുശ്രൂഷയെയും നമുക്ക് വിവേചിക്കുവാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാന വേദോപദേശങ്ങളിൽ നിശ്ചയമുള്ളവരാണെങ്കിൽ, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ദൈവം നമ്മൾ നിർവഹിക്കുന്നതെന്ന് ബോധ്യമുള്ളവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരാൾ വിശുദ്ധിയെക്കുറിച്ച് ഊന്നി പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, അത് മാനുഷികമായ ഒരു വിശുദ്ധിയെക്കുറിച്ചായിരിക്കും വലിയൊരു പങ്ക് സമയത്തും. അതിന്റെ കാരണം നമുക്ക് ദൈവികമായ ക്രിസ്തുവിന്റെ സ്വഭാവം നിനക്കുണ്ടായിരിക്കണമെന്ന് ഒരാളോട് അമർച്ചയായി കൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അങ്ങോട്ട് വളരുന്നതേ ഉള്ളൂ. എന്നാൽ മാനുഷികമായ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് അമർച്ചയായി കൽപ്പിക്കാം. നീ നാളെ എങ്ങനെ വരാവൂ, അങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ പറയാം. ഇതൊക്കെ മാനുഷികമായ കാര്യങ്ങളാണ്. അപ്പോൾ വേദപുസ്തകത്തിന്റെ ഫൗണ്ടേഷൻസ് നമുക്ക് ഉറപ്പിച്ചു കിട്ടുക. എന്താണ് രക്ഷ, എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്, എന്താണ് നമുക്ക് അഴിഞ്ഞു പോകാത്ത വാഗ്ദത്തങ്ങൾ, ഈ അഴിഞ്ഞു പോകാത്ത വാഗ്ദത്തങ്ങളാൽ നമ്മളെ ഒരു വലിയ വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിച്ച ദൈവം നമ്മളെ എങ്ങനെയാണ് ഓരോ ദിവസവും വിവിധമായ സാഹചര്യങ്ങളിലൂടെ പണിതുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രവചനങ്ങളെ മറ്റു ശുശ്രൂഷകളെ വിവേചിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സഭയായിട്ട് കൂടി വരുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് ആ സഭ അടിസ്ഥാന വേദോപദേശങ്ങളിൽ, അതായത് അപ്പോസ്തോലിക് ഡോക്ട്രിനിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പോസ്തലിക് ഡോക്ട്രിൻ എന്നുള്ള ആശയം എൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ആ അപ്പോസ്തോലിക് ഡോക്ട്രിൻ, അതായത് അപ്പോസ്തലന്മാർ സഭയ്ക്ക് അടിസ്ഥാനമിടാൻ വേണ്ടി ഉപയോഗിച്ച ഉപദേശങ്ങൾ ആണ് അതിന്റെ അർത്ഥം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിലാണല്ലോ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സഭയും അപ്പോസ്തോലികമായി പണിയപ്പെടുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ഈ അപ്പോസ്തലിക ഉപദേശം എന്നുള്ളൊരു ആശയം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതുവരെ ഉണ്ടായിരുന്ന അനേകം സംശയങ്ങൾ, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള സംശയങ്ങൾ, ആത്മീക ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, എൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം എനിക്ക് അത്ഭുതകരമായിട്ട് മാറിപ്പോയി. എൻ്റെ കാരണം പൗലോസ്, പത്രോസും എബ്രായ ലേഖനം എഴുതിയ ആളും ഇങ്ങനെ ഓരോരോ വേദപുസ്തക രചയിതാക്കളും ലേഖനങ്ങൾ എഴുതുമ്പോൾ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ഈ അപ്പോസ്തലിക ഉപദേശം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും, നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും, പൗലോസ് പറയുന്നതും റോമാലേഖനത്തിൽ പറയുന്നതും യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നതും രണ്ടും രണ്ടല്ലേ? ഒരിക്കലുമല്ല. അതിന് കാരണം പൗലോസ് പറയുന്ന നീതീകരണത്തെക്കുറിച്ചും യാക്കോബ് പറയുന്ന സ്ഥിരമായ വിശ്വാസം ഫലം കൊടുക്കുന്നതിനെ കുറിച്ചുമാണ്. രണ്ട് ടോപ്പിക്കാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം റോമാലേഖനവും
കൊരിന്ത് ലേഖനവും ഗലാത്യ ലേഖനവും എഫേസ്യ ലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളും നമ്മുടെ നീതീകരണത്തെക്കുറിച്ചും ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ കൃപാദാനങ്ങളെക്കുറിച്ചും നമ്മൾ മരിച്ചു കിടന്നപ്പോൾ നമ്മൾ എഴുന്നേൽപ്പിച്ച കർത്താവിന്റെ കരുണയെക്കുറിച്ചും നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഡിവൈൻ ഗ്രേസിനെ കുറിച്ചും പറയുമ്പോൾ അതിനുശേഷമുള്ള അധ്യായങ്ങൾ, അതായത് എഫേസ്യർ 3:16 മുതൽ യൂദായുടെ അവസാനം വരെയുള്ള ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് നീതീകരണത്തെക്കുറിച്ചല്ല നമ്മൾ വായിക്കുന്നത്, വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും കർശനമായ പഠിപ്പിക്കലുകൾ. ഈ എബ്രായ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും യോഹന്നാന്റെ ലേഖനത്തിലുമാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന വിഷയത്തെക്കുറിച്ച്. അതിൽ വളരെ ആഴമായ മാർമിക വിഷയങ്ങൾ ഈ ലേഖനങ്ങളിലുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു വിശുദ്ധീകരണം അല്ല, ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു വിശുദ്ധീകരണം അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അഭ്യർത്ഥിക്കുന്നത്, ഈ ലേഖനങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനാരുടെ സഹായം നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒത്തിരി ശാസ്ത്രജ്ഞന്മാരിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേദപുസ്തക ശാസ്ത്രജ്ഞന്മാർ, ഈ എന്താ പറയുന്നത്, ഈ ബൈബിൾ കോളേജൊക്കെ പഠിച്ച് ഡോക്ടറേറ്റോ അതും ഇതൊക്കെ എടുത്ത് വരുന്ന ആളുകൾ ഇതിനെല്ലാം വ്യാഖ്യാനിച്ച് നമുക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ പോകുന്ന കഥ. ഈ ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ പോകുമ്പോൾ അവിടെ സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്ന സൂചിക്കുഴ എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിലോ അങ്ങോട്ട് കടക്കുന്ന വഴിക്ക് ഒരു ചെറിയൊരു പൊക്കമില്ലാത്തൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു സൂചിക്കുഴ. അപ്പോൾ ഒട്ടകങ്ങൾ വരുമ്പം ഈ സൂചിക്കുഴയുടെ അവിടെ വന്നു കഴിയുമ്പോൾ ലോഡെല്ലാം ഇറക്കി വെച്ചിട്ട് അതിലെ കയറി പോകണമായിരുന്നു. ഇത് ഏതോ ഒരാൾ കണ്ടുപിടിച്ചു, എനിക്ക് തോന്നുന്നു വില്യം ബാർക്ലേ എന്തോന്ന് കണ്ടുപിടിച്ചു. പുള്ളി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൽ മിക്കതും സത്യമല്ല. വില്യം ബാർക്ലയുടെ കമന്ററി ഒക്കെ എല്ലാവരുടെ വീട്ടിലൊക്കെ മിക്കാറും ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ പുള്ളി പറയുന്ന ഈ കോണ്ടക്ച്വൽ സ്റ്റഡീസ് മിക്കതും ഒക്കെ ചുമ്മാ അടിച്ചു വിട്ടേക്കുന്നത്. ഇതിനൊന്നും പുറകിലൊരു യാഥാർത്ഥ്യമില്ല. പക്ഷെ പ്രസംഗിക്കുമ്പോൾ നല്ല രസമാണ്. ആ കഥ, ഈ കഥ, അവിടുത്തെ ഗോപുരത്തിന്റെ പേര്, ഇതൊക്കെ പറയുമ്പോൾ ഒരു രസമാണ്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ല. ശരിക്കും കർത്താവ് പറഞ്ഞത് ഒരു പക്ക സൂചിക്കുഴിയുടെ കാര്യം തന്നെയാണ്. കയ്യിലിരിക്കുന്ന ഒരു സൂചിക്കുഴിയിലൂടെ ഒരു ഒട്ടകം കിടക്കുന്ന കാര്യം തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ ശിഷ്യന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ശിഷ്യന്മാര് ധനവാന്മാരെ കുറിച്ച് കൺസേൺഡ് അല്ലായിരുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്നില്ല, അയ്യോ ധനവാന്മാരില്ലെങ്കിൽ നമ്മുടെ പണി എങ്ങനെ നടക്കും, ചോദിക്കുന്നില്ല. ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഈ സൂചിക്കുഴ പോലെ ചെറിയൊരു കാര്യമാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയുമെന്നാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. ഒരാളും ഇല്ല, കടന്നു പോകില്ല, പൂച്ച പോലും പോകില്ല, പുഴു പോലും അതിലെ പോകില്ല, ആരും കിടക്കില്ല. ഈ സൂചിക്കുഴയിലൂടെ ഒട്ടകം മാത്രമല്ല കിടക്കാത്തത്, സൂചിക്കുഴയിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സാധനവും കിടക്കില്ല. അത് ശിഷ്യന്മാർ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടകം പോകില്ല, അയ്യോ ഒട്ടകങ്ങളില്ലാതെ നമ്മൾ എന്ത് ചെയ്യുമേ, അങ്ങനെയല്ല ചിന്തിച്ചത്. എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഈ സൂചിക്കുഴയിലൂടെ എന്നാണ് ശിഷ്യന്മാർ ചിന്തിച്ചത്. എന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു സൂചിക്കുഴ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആർക്കതിലെ കടക്കാൻ പറ്റും? അപ്പോൾ കർത്താവ് പറയാണ്, ഇത് മനുഷ്യരല്ല അസാധ്യമാണ്, ഒരു മനുഷ്യനല്ല. അത് ധനവാന്മാരല്ല അസാധ്യമാണെന്നാണ് പറഞ്ഞത്, അല്ല, മനുഷ്യരാൽ തന്നെ അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തിപ്പിക്കില്ല ഇവര്, ഈ വ്യാഖ്യാതാക്കള്. എന്ത് ചെയ്യുന്നറിയോ, ഇതിനിടയില് ഒരു ഗേറ്റ് പണിത് വെച്ചു. ആ ഗേറ്റ് അവിടെ പണിത് വെച്ചുകൊണ്ട് നമുക്ക് അർത്ഥം മാറിപ്പോയി. മുമ്പോട്ട് പോയിട്ട് ഇത് ദൈവത്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഇവർ നമ്മളെ സമ്മതിക്കരുത്. അതാണ് ഇതിനകത്തെ പ്രശ്നം. നമ്മളിതിന്റെ ട്രൂ മീനിങ്ങിലോട്ട് വരാൻ ഇവർ സമ്മതിക്കില്ല. ഇവർ അതിന് മുകളിൽ വേറൊരു വ്യാഖ്യാനം ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ ഇല്ലാതെ നിങ്ങൾ ഈ റോമാലേഖനം വായിച്ചു നോക്കി, ചുമ്മാ വായിച്ചു നോക്കി, വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. നമുക്കൊക്കെ ഈ ഒരു കാര്യമുണ്ട്, ഈ റോമാലേഖനം വായിക്കാൻ വേണ്ടി പലരും വിചാരിക്കുന്ന റോമാലേഖനം ഭയങ്കര ടഫാണ്, ആരെങ്കിലും മനസ്സിലാക്കി തന്നില്ല, ഇത് എങ്ങനെ മനസ്സിലാവുന്നു? റോമാലേഖനം മനസ്സിലാക്കാൻ ആകെ ഒരു ഒറ്റ ക്വാളിഫിക്കേഷൻ മതി. നിങ്ങൾ 10ാം ക്ലാസ് പോലും പഠിക്കണ്ട, അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചാൽ മതി. തന്നെയല്ല, ഒരു ആർദ്ര ഹൃദയം, പാപിയാണെന്നുള്ള ബോധമുള്ള തകർക്കപ്പെട്ട ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് മാത്രം മതി റോമാലേഖനം മനസ്സിലാക്കാൻ. ആ തകർന്ന ഹൃദയമുള്ള ഒരാൾക്ക് മാത്രം അത് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ചും ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു ചർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ, അടയാളങ്ങളിൽ ഒന്നാണ് അവിടെ സത്യ ഉപദേശം വ്യവസ്ഥിതമായി പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. സത്യോപദേശം കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന സഭ, ഉപദേശത്തിൽ സംശയമില്ലാത്ത കുഞ്ഞു കുട്ടികൾ വരെയും അവിടെ വരുന്നവർ എങ്ങനെയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചതെന്ന് കൺഫസ് ചെയ്യുവാൻ പറ്റുന്ന അവസ്ഥയിൽ ഉള്ള സഭകളെയാണ് നമ്മൾ ശരിക്കും റൈറ്റ് ഡോക്ട്രിൻ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ റൈറ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഇത് ചുമ്മാ 500 പ്രസംഗങ്ങളല്ല, എനിക്ക് ആത്മാവ് തോന്നിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന 500 പ്രസംഗങ്ങളല്ല ശരിക്കും ഈ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. റോമാലേഖനം 6:17-18 പറയുന്നത്,
നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അവിടെ ആ ഉപദേശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പാപത്തിന്റെ ദാസ്യത്വം. ഇതാ ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞത്. റോമാലേഖനം മനസ്സിലാകണമെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പാപത്തിന്റെ ദാസ്യത്വം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രമാത്രം ഹെൽപ്ലെസ് ആണ് നമ്മൾ. വി ആർ അൺഏബിൾ ടു സേവ് അവേഴ്സെൽസ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. അതിനകത്ത് ഡോക്ടറിൻ ഇത്, ആ ഡോക്ടറിൻ ഈ ഡോക്ടറിൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അത് ഒരു മനുഷ്യന്റെ എസെൻഷ്യൽ റെവലേഷൻ ആണ്. ഐ ആം ആൻ ഇൻകേപ്പബിൾ സിന്നർ, ഐ എം എ ബ്രോക്കൺ പേഴ്സൺ, ഐ കനോട്ട് സേവ് മൈസെൽഫ്, ഐ എം ഇൻ എ ഡീപ് പിറ്റ്. ഇത് കർത്താവിന് എന്നെ രക്ഷിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയിട്ട് അത് വായിക്കണം. അപ്പൊ അതിനകത്ത് 7-ാം അധ്യായമൊക്കെ വരുമ്പോഴേക്കും ആ തകർച്ചയുടെ പാരമ്യമാണ്. പൗലോസ് പറയാണ്, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മളെന്താ പറയുന്നല്ലോ, തീരുമാനമെടുക്ക്, ഇന്നോടുകൂടി രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ പൗലോസ് പറഞ്ഞ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ ശരീരം തീരുമാനം അനുസരിച്ച് പ്രതികരിക്കുന്നില്ല. എന്ത് ചെയ്യും? അതാണ് പൗലോസ് പറയുന്നത്. ശരീരത്തിൽ വേറൊരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ക്ഷമിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അയാളുടെ മുഖം ഓർക്കുമ്പം എനിക്ക് ക്ഷമയല്ല വരുന്നത്. എന്ത് ചെയ്യും? എനിക്ക് ബുദ്ധി കൊണ്ട് ക്ഷമിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അവയവങ്ങളിലൂടെ ഓടുന്ന കെമിക്കലുകളും ഹോർമോണുകളൊന്നും എന്നെ അയാളോട് ക്ഷമിക്കാൻ സമ്മതിക്കുന്നില്ല. അയാളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ്. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിലെ സ്നേഹം ഉറവ പൊട്ടുന്നില്ല. എനിക്ക് ആ സ്നേഹം ഉണ്ടാകുന്നില്ല. റോഡിലിരിക്കുന്ന ഒരാളോട് കരുണ കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വരണ്ടേ ഉള്ളിലെ ഡ്രൈ ആയിട്ടുള്ള ഈ ശരീരത്തിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പൗലോസ് ചോദിക്കുകയാണ്, ഈ നാശകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരണം. അതാണ് ശരിക്കുള്ള മാനസാന്തരം. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ഈ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡോക്ട്രിൻ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തൊരു കാര്യമാണെന്നുള്ളതാണ്. അത് ഓരോ ദിവസവും നമ്മൾ വളർന്നു വരുന്ന ഒരു കാര്യമാണ് റിപ്പൻറ്റൻസ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വി ആർ ഇൻകേപ്പബിൾ ഓഫ് ഫുൾഫില്ലിങ് ഗോഡ്സ് ലോ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്, കർത്താവെ, ഇവരോട് സംസാരിക്കാൻ ഞാൻ അപര്യാപ്തനും അബലനുമാണ്. നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നിസ്സഹായനാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് എൻ്റെ ഹൃദയത്തിൽ ഒരു സത്യമായിട്ട് വെളിപ്പാടായിട്ട് വരണം. അങ്ങനെ വെളിപ്പാടായിട്ട് വരുമ്പോഴാണ് കർത്താവ് എനിക്ക് പകരക്കാരനാകുന്നത്, കർത്താവ് എൻ്റെ ജീവനായി മാറുന്നത്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ, ബിക്കോസ് ഐ ഡോണ്ട് ട്രസ്റ്റ് മൈസെൽഫ്, ഐ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ മൈസെൽഫ്, ഐ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ മൈ എബിലിറ്റി, ഐ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനിത്തിങ് ദാറ്റ്സ് മൈ ഓൺ. എൻ്റെതായ ഒന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. ബിക്കോസ് ഐ എം ലുക്കിംഗ് അൺ ടു ദ ലോർഡ്. കാരണം അവിടെ മാത്രമേ എന്തെങ്കിലും റിലീഫ് ഉള്ളൂ. ആ 8-ാം അധ്യായത്തിൽ പറയുന്ന അതാണ് അതിന്റെ മറുപടി. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് നിങ്ങളെ നീതിമാന്മാരാക്കാൻ പറ്റുന്നില്ല, കാരണം ജഡം ബലഹീനമാണ്. 3-ാം വാക്യം. ജഡം ബലഹീനമായതുകൊണ്ട് നിങ്ങൾ ഒത്തിരി തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷെ ജഡം ബലഹീനമായതുകൊണ്ട് നീതിമാന്മാരാകാൻ പറ്റുന്നില്ല. ന്യായപ്രമാണം ഹെൽപ്ലെസ് ആയി പോവുകയാണ് നമ്മുടെ ജഡത്തിന്റെ ബലഹീനത കാരണം. ഓർമ്മയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആന്തരികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ എനിക്ക് പകരം പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ഈ ഭൂമിയിലേക്ക് അയച്ചു. ഐ ഗോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്, ഐ ഗോട്ട് someone to stand for me, someone as my substitute. ഇതാണ് ആ റോമാലേഖനത്തിന്റെ മൊത്തം എസൻസ് എന്ന് പറയുന്നത്. വി ഹാവ് ജീസസ് ആസ് അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ജഡത്തിൽ ബലഹീനതകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷണൽ തത്വം, ഇതൊരു വെറും ഫൗണ്ടേഷണൽ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും എസെൻഷ്യൽ ട്രൂത്തുകളിലൊന്ന്. അതായത് നമ്മൾ വിചാരിക്കും ഇതൊരു ഭയങ്കര റെവലേഷൻ ആണ്. അങ്ങനൊന്നും അല്ല. അത് വലിയ റെവലേഷൻ തന്നെയാണ്, പക്ഷെ അത് ബേസിക് റെവലേഷൻ ആണ്. കാരണം യേശുക്രിസ്തു എനിക്ക് പകരം, ഞാനല്ല ക്രിസ്തു അത്രേ, ബിക്കോസ് ഐ എം ഹെൽപ്ലെസ് ആൻഡ് ഇൻകേപ്പബിൾ. എനിക്ക് ഈ പാപത്തെ ജയിക്കാനുള്ള കഴിവില്ല, ബിക്കോസ് ഐ എം എ സിന്നർ ആൻഡ് എ സ്ലേവ് ഓഫ് സിൻ. അപ്പൊ എനിക്കൊരു പകരക്കാരൻ വേണം. ഐ നീഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇതൊരു ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ വരേണ്ട ഫെയ്ത്ത് ആണ്. ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ശരിയായ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് വിശ്വാസം എന്ന വാക്കിന് സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതി, അർത്ഥച്യുതി അത് ഭയങ്കരമാണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വിശ്വാസികളാണ്, പക്ഷെ ആ വിശ്വാസം എന്ന് പറയുന്നത് മോഹിക്കുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്നതാണ്. എനിക്കത് കിട്ടും ബ്രദറെ, എനിക്ക് രോഗം മാറും ബ്രദറെ. ഞാൻ 90 വയസ്സടുത്തുള്ള ഒരു പഴയകാല പ്രസംഗകൻ മരിക്കാറായി, രോഗിയായിട്ട് കിടക്കുക. അദ്ദേഹം മരിച്ചുപോയി വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു.
അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ അനേകം സ്റ്റേജുകളിൽ ഉപയോഗിക്കപ്പെടും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, കർത്താവേ, എത്രയും പെട്ടെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് വിശ്രമിക്കണമെന്ന് ഈ പ്രായമായിട്ട് പോലും ആർക്കും തോന്നുന്നില്ല. എല്ലാവരും സ്റ്റേജിനാൽ ആകർഷിക്കപ്പെടുന്നു, സ്റ്റേജിനാൽ പിടിക്കപ്പെടുന്നു, ആളുകളുടെ ആരാവാരത്തിൽ മുങ്ങിപ്പോകുന്നു, അവരുടെ പുകഴ്ത്തലിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലെ ആ ജഡം ആ ഒരു ആരവത്തിന് വേണ്ടി ദാഹിക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫെയ്ത്ത് ഈസ് ഓൾ അബൌട്ട്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ആ ക്രിസ്തുവിനോടുകൂടെ റെസ്റ്റ് ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു അത്ഭുതമാണ്. ഇത് അപ്പോസ്റ്റലിക് ഡോക്ടറിനോട് മാത്രം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ആലോചിക്കായിരുന്നു, എത്രയോ ആളുകൾ ഈ ഒരു മിനിസ്ട്രിയുടെ തടവറയിലാണ്. അവർക്ക് മിനിസ്ട്രിയാണ് ദൈവം. ആ മിനിസ്ട്രിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, കർത്താവിന് വേണ്ടിയല്ല. ഈ കർത്താവ് എല്ലാറ്റിലും എല്ലാം ആകുന്നത് ഈ മിനിസ്ട്രി പോലും ഒരു വിഗ്രഹമല്ലാതെ വരുമ്പോഴാണ് അത് പ്രൊഫഷണൽ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിന് ഭയങ്കര പാടായിരിക്കും. ഇവിടെ എല്ലാം നമ്മൾ ആ ഡോക്ട്രിനിലൂടെ വന്നു കഴിയുമ്പം നമുക്ക് ഡോക്ട്രിൻ എന്ന് പറയുന്നതിന് ഒരൊറ്റ അർത്ഥം പറഞ്ഞാൽ അത് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് അതിനർത്ഥം. വി ഗെറ്റ് ഹിം, അതാണ് ഡോക്ട്രിൻ. ഉപദേശരൂപം നമ്മളെ നീതിയുടെ ദാസന്മാർ ആക്കി മാറ്റുന്നു. ഇപ്പൊ ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ നേരത്ത് എത്ര പൈസ കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാനാണ് ചിന്തിക്കും, പക്ഷെ ഞാൻ മരിച്ചുപോയി. ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ്. ആ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പം കർത്താവ് ചിന്തിക്കുമോ 5000 പേരോട് പ്രസംഗിച്ചതാ, പോകാൻ നേരത്തെ എത്ര കിട്ടും എന്ന് കർത്താവ് ചിന്തിക്കുമോ? ഒരിക്കലും ചിന്തിക്കില്ല. അത് വേറൊരു മനസ്സാണ്. ആ ഒരു മനസ്സൊരു പ്രഷ്യസ് ഡിപ്പോസിറ്റ്, അത് ഒരു ട്രഷറാണത്. ആ ട്രഷർ എന്ന് പറയുന്നത് കർത്താവിനുള്ള ട്രഷറാണ്. നമ്മളല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നതെങ്കിൽ വി ആർ സാങ്ക്ടിഫൈഡ്. അത് മാത്രമാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. ക്രൈസ്റ്റ് ലിവിങ് ഇൻ us, ഹി ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ ചെയ്യുന്നതൊന്നുമല്ല, നമ്മൾ അനുഭവിക്കുന്നതൊന്നുമല്ല, ക്രിസ്തുവാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ. ഇതെവിടെ നിന്ന് നമുക്ക് വരുന്നത്? ഇത് വരുന്നത് ആ ഫൗണ്ടേഷൻ നമ്മൾ പഠിക്കുമ്പോഴാണ്. ഹൗ ക്രൈസ്റ്റ് ബിക്കംസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. ഞാൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ, റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡോക്ട്രിൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ പറയുന്നത്, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും സർവ്വ നടപ്പിലും വിശുദ്ധരാകുമെന്നാണ്. ഈ ഉപദേശത്തിന്റെ പ്രത്യേകത എന്നറിയാം? മറ്റുള്ളവരോട് പറയാൻ എളുപ്പമെന്നുള്ളതാണ്. അവനവനോട് പറയാൻ ഇത്രയും പ്രയാസമുള്ള ഒരു ഉപദേശം ലോകത്തില്ല. അതുകൊണ്ട് ഈ പാസ്റ്റേഴ്സ് എല്ലാം മിക്കവരും മറ്റുള്ളവരോട് സംസാരിക്കുന്നവരാണ്, ഞാൻ ഉൾപ്പെടെ. സ്വയം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലാവും. കാരണം യേശു ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ എന്നൊരു കമാൻഡ്മെന്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ സത്യസന്ധരാണെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ നോക്കുമ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാവും, എങ്ങും എത്തിയിട്ടില്ല. സത്യസന്ധരാണ് എങ്ങനെ മനസ്സിലാവുള്ളൂ? പക്ഷെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, പക്ഷെ അപ്പോഴും ക്രിസ്തു ആയിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് ചെല്ലുന്തോറും നമ്മുടെ മാനസാന്തരം വർദ്ധിച്ചു വരണം. ഈ മാനസാന്തരത്തിന്റെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ, ശരിക്കുള്ള മാനസാന്തരം അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ളതല്ല, അത് ജഡത്തിന്റെ മാനസാന്തരമാണ്. ശരിക്കും ഞാനെന്ന് പറയുന്ന വ്യക്തി മുഴുവനേ മാനസാന്തരപ്പെടുമെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, കർത്താവേ, ഞാൻ മുഴുവൻ പാപമാണ്, എനിക്ക് പാപമല്ലാതെ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഞാൻ ശ്വാസം വിട്ടാൽ തന്നെ അതിനകത്ത് പാപമാണുള്ളത്, ഞാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും എന്നെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള, എൻ്റെ പ്രസംഗം നല്ലതാന്ന് കേൾപ്പിക്കാനുള്ള സെൽഫ് ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും ഞാൻ ബലഹീനനാണ്, ഇതാണ്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. അപ്പൊ എൻ്റെ കഴിവുകളിൽ നിന്ന് ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയുന്നതാണ്, അവൻ എന്നെ രക്ഷിക്കും എന്ന വിശ്വാസത്തോടെ. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് എന്നെ തന്നെ തള്ളിക്കളയുന്നതാണ്, എന്നെ ആശ്രയിക്കാതിരിക്കുന്നതാണ്. നാളെ ഞാൻ നന്നായിക്കോളും എന്ന് എന്നോട് തന്നെ പറഞ്ഞാൽ ഞാൻ മാനസാന്തരപ്പെടുന്നില്ല. കാരണം ഞാൻ എന്നെ തന്നെയാണ് ആശ്രയിക്കുന്നത്. എന്നെ തന്നെ ആശ്രയിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ മിടുക്കനാണ്, ഞാൻ ട്രൈ ചെയ്യും, ജയിക്കുമെന്ന്. പക്ഷെ അപ്പൊ എൻ്റെ ജഡത്തെ ഞാൻ ആശ്രയിക്കാം പഴയ പോലെ തന്നെ. പക്ഷെ അതിനെ ക്രൂശിൽ വിട്ടിട്ട് ക്രിസ്തുവിനെ മാത്രം ആശ്രയിക്കാൻ പറ്റുന്ന, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി, പാപത്തിൽ ജയിക്കാൻ വേണ്ടി യേശുവിനെ മാത്രം ആശ്രയിക്കാൻ പറ്റുന്ന ആ ഒരു
ലെവലാണ് ശരിക്കുള്ള റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. സോ ഐ അബാൻഡൺ മൈസെൽഫ്, അതാ കർത്താവ് പറഞ്ഞത്, തന്നെത്താൻ ത്യജിച്ച്. സോ വി നീഡ് ടു മൂവ് ഇൻ ടു ദാറ്റ് ലെവൽ ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് ദാറ്റ് ലെവൽ ഓഫ് റൈച്ചസ്നസ്. നീതി എന്ന് പറയുമ്പോഴും അപ്പോസ്തലിക ഉപദേശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ നീതി പോരാ, ക്രിസ്തുവിന്റെ നീതി വേണം. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ വെള്ളവസ്ത്രം ധരിക്കുന്നതും ക്ലീൻ ഷേവ് ചെയ്യുന്നതുമായ വിശുദ്ധി പോരാ. യേശുക്രിസ്തു നടന്ന നടപ്പ് പോലെ സകലത്തിലും വിശുദ്ധി വേണം. ദ സ്റ്റാൻഡേർഡ്സ് ആർ സോ ഹൈ. ആ വലിയ സ്റ്റാൻഡേർഡ് കണ്ടിട്ടാ ഞാൻ സ്തബ്ധനായിട്ട്, എങ്ങനെയാ കർത്താവെ ഞാൻ ചോദിക്കുന്നത്. ഐ ബിക്കം ഹെൽപ്ലെസ്. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാനാണ് നിന്റെ സാങ്ക്ടിഫിക്കേഷൻ. ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ഡു ബട്ട് വാട്ട് ഐ ഡു ഇൻ യു. ഈവൻ ആ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ വേദപുസ്തകം അത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ശരിക്കും റോമാലേഖനം, എബ്രായ ലേഖനമൊക്കെ വായിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് മറ്റുള്ളവരൊക്കെ ഈ ലോകത്തുള്ള മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത്? എത്ര മനോഹരമാണിത്. ഇത് പഠിക്കാതെ നമ്മൾ എത്ര വലിയ ട്രഷറി ഓഫ് നോളജ് ആണ് നമ്മുടെ ലൈഫിനെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു മനുഷ്യന്റെയും എക്സ്ട്രാ പൊളൈറ്റഡ് വ്യാഖ്യാനങ്ങളില്ലാതെ, ഉദാഹരണത്തിന് നമ്മൾ വെളിയിൽ നിന്ന് സംഗതികൾ എടുത്തുള്ള വ്യാഖ്യാനം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ ഗോപുരം, ഏതാ, സൂചിക്കുഴ ഗോപുരം. ഈ സൂചിക്കുഴ ഗോപുരം എന്ന് പറഞ്ഞൊരു സാധനം ബൈബിളിലില്ല. ഇപ്പൊ ബൈബിളിന് വെളിയിലുള്ള ഒരു സാധനം എടുത്തു വെച്ചിട്ടാണ് പല ആൾക്കാരും പറയാറുണ്ട്, അവിടുത്തെ പശ്ചാത്തലം കൂടെ പഠിച്ചാലേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ ബ്രദറെ. റോമാക്കാർ എങ്ങനെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത് കൂടെ മനസ്സിലായാലേ, അല്ലെങ്കിൽ അവർ വസ്ത്രധാരണം, അവരുടെ വീട്, കുടില്, ഇങ്ങനെയുള്ള ബിബ്ലിക്കൽ മാനേഴ്സ്, കസ്റ്റംസ് ഒക്കെ മനസ്സിലായാലേ ശരിക്ക് ഈ ബൈബിൾ മനസ്സിലാവുള്ളൂ. ഐ ബെഗ് ടു ഡിസഗ്രി. ഒരിക്കലും എൻ്റെ ആവശ്യമില്ല. കാരണം വേദവചനത്തിന്റെ പ്രത്യേകത, ആ വേദവചനം എല്ലാ പശ്ചാത്തലത്തിലും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന വചനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റോമാലേഖനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം എന്ന് പറയുമ്പോൾ തുടങ്ങുക പതിവ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതി. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. ഇപ്പം സെറമോണിയൽ വാഷിങ്ങിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഈ സെറമോണിയൽ വാഷിങ്, ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാന്നുണ്ട്. അപ്പം പരീക്ഷന്മാർക്ക് അങ്ങനെ അബ്ലൂഷൻസ്, അതിന് പ്രത്യേകമായ സെറമോണിയൽ വാഷിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഇല്ലായിരുന്നു, അതൊന്നും നമ്മുടെ ഡോക്ടറിനെ ബാധിക്കുന്ന കാര്യമല്ല. ഉപദേശ രൂപം പറയുമ്പം ഒരു പശ്ചാത്തല പഠനത്തിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്ട്ലി ഹിറ്റ് ഇൻ ടു ദ ബൈബിൾ. ഈ പശ്ചാത്തല പഠനം പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നതാണ്. കാരണം അർത്ഥത്തെ അങ്ങോട്ട് കൊണ്ടുപോകും, ആ അർത്ഥത്തെ ആ രീതിയിലേക്ക് നമ്മളെ അത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആരുടെയും കോണ്ടക്സ്ച്വൽ സ്റ്റഡീസ് ഒന്നും നോക്കാതെ ഈ ബൈബിൾ കോളേജ് പഠനങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. പൗലോസ് പറഞ്ഞു, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. ഉടനെ നമ്മുടെ പശ്ചാത്തല പഠനക്കാർ വന്നു. ഈ കൊരിന്ത് സഭയിൽ കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇവരോട് ആര് പറഞ്ഞെന്ന് ചോദിക്കരുത്, ഇവര് പശ്ചാത്തല പഠനത്തിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. ഈ പശ്ചാത്തല പഠനം ഒരു വലിയ നിഗൂഢ മിസ്റ്ററിയാണ്. അവിടെ പ്രത്യേകിച്ച് പോലെ ചെയ്തിട്ടുണ്ട്, വിശുദ്ധന്മാരുടെ സകല സഭകളിലും എന്ന പോലെ. വിശുദ്ധന്മാരുടെ സകല സഭകളിലും എന്ന പോലെ അപ്പോസ്തലനാണ് പറഞ്ഞത്. സഹോദരിമാരെ സംസാരിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. ഒരു തർക്കം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ചാടി വീഴരുതെന്നാണ് അവിടെ പറയുന്നത്. തിമോത്തിയോസിന്റെ ലേഖനത്തിലാണ് പറയുന്നത്, പഠിപ്പിക്കരുത്, പാസ്റ്റർ ആകരുത്. സാക്ഷ്യം പറയാം, വചനം എടുത്തോട് സാക്ഷ്യം പറയാം, പബ്ലിക്കായിട്ട് ഈവാഞ്ചലിസം നടത്താം, സുവിശേഷം അറിയത്തില്ലാത്തവർ സംസാരിക്കാം. പക്ഷെ മൂപ്പന്മാരുള്ള സഭയിൽ എഴുന്നേറ്റ് നിന്ന് വചനം അധികാരത്തോടെ പറയുന്നത് പൗലോസ് പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞില്ല. എനിക്കിപ്പോ ആര് പ്രസംഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ പശ്ചാത്തല പഠനക്കാർ വരും. രണ്ടു തരം പശ്ചാത്തല പഠനക്കാരുണ്ട്. ഒന്ന് ദൈവത്തെ ഇത്തിരി പേടിയുള്ളവരും ദൈവത്തെ ഒട്ടും പേടിയില്ലാത്തവരും. അങ്ങനെ രണ്ടു തരം പശ്ചാത്തല പഠനക്കാരാണുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പ് അവർ പറയും, കൊരിന്ത് സഭയുടെ പർട്ടിക്കുലർ പശ്ചാത്തലത്തിലാണ് പൗലോസ് അത് പറഞ്ഞത്. ആശ്വാസം, അയാൾ വലിയ കുഴപ്പക്കാരനല്ല. വേറെ ചില പശ്ചാത്തല പഠനക്കാരുണ്ട്, അവർ പറയും ഈ പൗലോസ് തന്നെ ശരിയല്ലായിരുന്നു. പൗലോസിന് ഈ യഹൂദനായിട്ട് ജനിച്ചത് കൊണ്ട് പുള്ളിക്ക് ഇത്തിരി ഈ സ്ത്രീ വിരോധിയായിരുന്നു, അതുകൊണ്ട് പുള്ളി കല്യാണം കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ഇത് ഇത്തിരി അപകടകാരിയായ പശ്ചാത്തല പഠനക്കാരനാണ്. ഇങ്ങനെയുള്ള പശ്ചാത്തല പഠനക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കാണ് ഇവരാരെക്കാളും പൗലോസിനേക്കാളും പത്രോസിനേക്കാളും വിവരമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമുക്ക് തരാൻ വേണ്ടി വിളിക്കപ്പെട്ട പൗലോസും പത്രോസും ഏത് ഷേപ്പിലുള്ളവരായിരുന്നാൽ പോലും അവരിലൂടെ ദൈവത്തിന്റെ വചനം വന്നു കഴിയുമ്പോൾ, ആ വചനത്തിന്റെ പുറകിൽ ഒരു ഡോക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ അത് കല്ലിനെ പിളർക്കുന്ന ആജ്ഞ പോലെയാണ്.
അതിനകത്ത് മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. ഈ പശ്ചാത്തല പഠനക്കാർ ചെയ്യുന്നത് എങ്ങനെ വചനം 21 നൂറ്റാണ്ടിന് ഫിറ്റാക്കി എടുക്കാം. വചനമല്ല ഫിറ്റാക്കി എടുക്കേണ്ടത്, നമ്മളാണ് വചനത്തിന് ഫിറ്റാകേണ്ടത്. ഈ 21 നൂറ്റാണ്ടിലെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വചനത്തെ രൂപപ്പെടുത്തിയെടുക്കരുത്. വചനം നമുക്ക് ഫിറ്റാകുന്ന രീതിയിൽ നമ്മളാണ് രൂപപ്പെടേണ്ടത്. ഈ പശ്ചാത്തല പഠനങ്ങൾ കൊണ്ടാണ് ഇന്ന് പലപ്പോഴും യഥാർത്ഥ ഡോക്ട്രിൻ എന്താണെന്ന് പിടികിട്ടാത്തത്. ഉദാഹരണത്തിന് പൗലോസ് റോമാലേഖനം 7-ാം അധ്യായം പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം ഞാൻ കാണും. അപ്പൊ ആൾക്കാർ പറയുന്നത് എന്താണ്? പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിന്മ എന്ന പ്രമാണമൊന്നുമില്ല. ചില ആൾക്കാർ പറയും പൗലോസ് രക്ഷിക്കപ്പെട്ടിട്ടും ഗുണപ്പെട്ടില്ല, കണ്ടല്ലേ അവസ്ഥ, അപ്പൊ നമ്മൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇത് രണ്ടും അല്ലാതെ മൂന്നാമത് എന്തെങ്കിലും അവിടെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. മൂന്നാമത് അതിന് അർത്ഥം കിടക്കുന്നത്, അത് പശ്ചാത്തലം ഒന്നും നോക്കാതെ, പൗലോസിന്റെ ജീവിതത്തിലോട്ട് നോക്കാതെ വചനം മാത്രം നോക്കിയാൽ മതി. അവിടെ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്ന, റോമാലേഖനം 5:20 തൊട്ടായി തുടങ്ങുന്നത്, 5 തൊട്ടാ തുടങ്ങുന്നത്. 5:20 പറയുന്നത്, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, പാപം പെരുകിയെടുത്ത് ലംഘനം വളരെയധികം, പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം പെരുകി. ഇപ്പൊ ലംഘനം പെരുകേണ്ടതിന്, അതായത് ഞാൻ മഹാപാപിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം വന്നത്. പൗലോസ് പറയാണ്, ന്യായപ്രമാണം കൊണ്ട് ആരെയും രക്ഷിക്കാൻ പറ്റില്ല, അത് മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടി ദൈവം കൊടുത്തതാണ്. അപ്പൊ പ്രമാണം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് ഒരിക്കലും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, ഒരു പാപത്തിന്റെ പ്രമാണം എനിക്കുണ്ട്. അപ്പൊ ഇത് പൗലോസ് എന്തിനെ കുറിച്ച് പറയുന്നറിയോ? പൗലോസിനെ കുറിച്ച് പറയുന്നതല്ല. പൗലോസ് ഒരു എക്സാമ്പിളാണ്. പൗലോസിന്റെ ജീവിതം എടുത്തുകൊണ്ട് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. അതിന്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, 7-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പശ്ചാത്തലങ്ങളിലേക്ക് അധികം പോകാതെ, പൗലോസിന്റെ ക്യാരക്ടർ സ്റ്റഡി ഒന്നും നമ്മുടെ വിഷയമല്ല, അതൊക്കെ ദൈവം പരിഹരിച്ച വിഷയങ്ങളാണ്. നമ്മുടെ ആകെയുള്ള വിഷയം ഈ വചനത്തിനകത്ത് എന്താണ് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഓരോ സഭയ്ക്കും അതൊരു ഡ്യൂട്ടിയാണ്. നിങ്ങൾ പലരും സഭയിൽ ശുശ്രൂഷിക്കുന്നവരുണ്ടാകും. ഈ അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ എന്താണ് എന്ന സഭ മനസ്സിലാക്കിയിരിക്കണം. സഹോദരങ്ങളെ, ഇന്ന് വരുമ്പോൾ ദാവീദിന്റെ കഥ, നാളെ വരുമ്പോൾ മോശയുടെ കഥ, ഇതെല്ലാം നമ്മൾ പഠിക്കണം. പക്ഷെ ഈ വ്യവസ്ഥിതമായ വേദശാസ്ത്രം അത് വേറെ പുസ്തകം നോക്കിയല്ല, ഈ ബൈബിൾ നോക്കി തന്നെ നമ്മൾ പഠിക്കണം. അതിനാണ് ഉപദേശ രൂപം എന്ന് പറയുന്നത്. ദർസ് എ ഫോം ഓഫ് ഡോക്ട്രിൻ. ഈ ഫോം ഓഫ് ഡോക്ട്രിനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതിന് നമ്മൾ സിൻസിയർ ആയിട്ട് അനുസരിക്കുമ്പോൾ, ഈ പശ്ചാത്തല പഠനങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞുണ്ടല്ലോ, പല ഡിനോമിനേഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഒറ്റ ടീച്ചിങ് ഉണ്ടാവുള്ളൂ. പക്ഷെ മനുഷ്യർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അവർ ജ്ഞാനികളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇത്രയും നുറുക്കുകൾ ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കൃപാവരങ്ങളെ ആശ്രയിച്ചാൽ, കർത്താവിനെ ആശ്രയിച്ചാൽ, ഇത് മനസ്സിലാക്കാൻ ദൈവത്തിന്റെ കൃപ തന്നെ ചോദിച്ചാൽ, ആ ദൈവത്തിന്റെ കൃപ എത്ര വലിയതെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഒരു ചർച്ച് യഥാർത്ഥത്തിൽ ഒരു ചർച്ചായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, ഇറ്റ് ഈസ് എസെൻഷ്യൽ that right doctrine shall be administered, taught, and everyone shall be trained in that right doctrine. അത് എല്ലാ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം ലോകത്തിൽ ഒരു തത്വശാസ്ത്രത്തിലും ഒരു ഫിലോസഫിയിലും ഒരു മതത്തിലും ഇല്ലാത്ത അത്ഭുതകരമായ ഹ്യൂമൻ എക്സാമിനേഷൻ, ആന്ത്രോപോളജി, ഒരു മനുഷ്യൻ എങ്ങനെയാണ്, അവന്റെ നേച്ചർ എന്താണ്, സാൽവേഷൻ എന്താണ്, ഇത് ലോകത്തിൽ ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡോക്ട്രിൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നറിയോ? ഈ പ്രവചിക്കാൻ എഴുന്നേറ്റ് ഒരാൾ നിൽക്കുമ്പോൾ തന്നെ അയാൾ ഒരു വാക്ക് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവും, എന്റെ ദൈവമേ, ഇത് റോങ് ആണല്ലോ പരിപാടി പറയുന്നത്. കാരണം എന്താ? ദേ നോ വാട്ട്സ് ദ ട്രൂത്ത്, ദേ ഹാവ് ദി പാരഡൈം. അവർക്ക് ആ പാരഡൈം കിട്ടിയിട്ടുണ്ട്. എന്താ പറയുന്നത് പാരഡൈം മലയാളത്തിൽ? ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്, ഒരു അതിന്റെ മലയാളം വിട്ടുപോയി, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചുകൊണ്ട് ഈ ഉപദേശ രൂപം നമ്മുടെ ഉള്ളിൽ തറഞ്ഞുപോയി. ഇനി പ്രവാചകന്റെ ഉള്ളിൽ ഇതുണ്ടെന്ന് വിചാരിച്ചോ, പ്രവചന വരവുള്ള ആളുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിച്ചോ, അയാൾ കാണുന്ന വിഷനെ അയാൾ വ്യാഖ്യാനിക്കുന്നതും ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അവിടെ തെറ്റുപറ്റത്തില്ല. കാരണം ഈ ഫൗണ്ടേഷൻസ് ഉള്ളിൽ കിടന്നാൽ എല്ലാ വരങ്ങളും, എല്ലാ കൃപാവരങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. കാരണം അതിനകത്ത് മാനുഷികമായത് കടക്കില്ല. മാനുഷികമായത് കടക്കുമ്പോഴാണ് ഇതെല്ലാം ബഹളവും പ്രയാസമാകുന്നത്. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഞാനൊന്നുമില്ല
എന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ വേറൊരാളുടെ കസേര അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയില്ല. അയാൾ അൺനെസസറി സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. കാരണം അയാൾക്കറിയാം അയാളെക്കാൾ യോഗ്യരായ ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അത് ഉള്ളിലൊരു ബോധമുണ്ടെങ്കിൽ എന്നെ കർത്താവ് ഏൽപ്പിച്ച പണി മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല, അതെന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മാത്രം ഞാൻ ചെയ്താൽ മതി. ബാക്കിയുള്ളിടത്തെല്ലാം ദൈവം അതാത് കൃപാവരങ്ങളുള്ളവരെ എഴുന്നേൽപ്പിച്ചിരിക്കും. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിലെ സഹോദരന്മാര് ഒരു ശവക്കോട്ടയുടെ കാര്യം പറഞ്ഞു. ഞാനത് അപ്പൊ എൻ്റെ ഉള്ളിൽ കർത്താവ് നമുക്കൊന്ന് പോയി കാണാൻ. ഞാൻ പറഞ്ഞു, ഞാൻ പോയി കണ്ടിട്ടുള്ള കാര്യം, ഞാൻ മരിക്കുമ്പോൾ കൊണ്ട് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ കണ്ടാൽ മതി, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാനുള്ള വിവരമില്ല, അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ആകെയുള്ള വിവരം ഈ ബൈബിൾ തുറക്കുമ്പോൾ കർത്താവ് തരുന്ന വെളിപ്പാടിൽ എനിക്ക് യാതൊന്നും അറിയത്തില്ല. എനിക്ക് പ്രായോഗികമായ നോളജൊക്കെ വളരെ കുറവാണ്. പ്രായോഗികമായി തിയററ്റിക്കൽ നോളജൊക്കെ ഉണ്ട്, പറഞ്ഞ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചുള്ള നോളജുകളൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആകെ അറിയാവുന്ന ഈ ബൈബിളാണ്. അത് മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നെ വിളിച്ചേക്കുന്നത് അതിന് മാത്രമാണ്. അപ്പൊ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡോക്ട്രിൻസ് ഒരു സഭയ്ക്കകത്ത് ഇല്ലെങ്കിൽ അതിനൊരിക്കലും തലയെ മഹത്വപ്പെടുത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇനി എന്താണ് ഈ റൈറ്റ് ഡോക്ട്രിൻ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം. ഇതിനൊരു തിയോളജിക്കൽ, ഒരു വേദശാസ്ത്രപരമായ പശ്ചാത്തലം കൂടി ഉണ്ട്. നമുക്കറിയാം ആദിമ സഭയില് ഒരു പെർഫെക്റ്റ് ഡോക്ട്രിൻ ഉണ്ടായിരുന്നു. അനുസരണം പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു, എല്ലാ ചർച്ചിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആദിമ സഭയിലുള്ള ഒരു സഭകളും ഇന്നില്ല. അന്ന് കണ്ട തെസ്സലോനിക്ക സഭയോ തിമോത്തിയോസ് നടത്തിയിരുന്ന സഭകളൊന്നും ഇന്നില്ല. ഇന്ന് എന്താ പറയുന്നത്, കൊരിന്ത് സഭയൊന്നും, ആ സഭകളൊന്നും ഇന്നില്ല. ഏഷ്യ മൈനറുള്ള സഭകളൊന്നും ഇന്നില്ല. അതെല്ലാം മാറിപ്പോയി. അതെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയി, കത്തോലിക്ക സഭയായി, പിന്നെ പല രീതിയിലായിപ്പോയി. നമുക്ക് 1-ാമത്തെ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തമായ ഒരു ഡോക്ട്രിൻ ഉണ്ടായിരുന്നു, പെർഫെക്റ്റ് ഡോക്ട്രിൻ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ ലക്ഷ്യം ആ പെർഫെക്റ്റ് ഡോക്ട്രിനോട്ട് എത്തുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അന്നൊരു പെർഫെക്റ്റ് ഡോക്ട്രിൻ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ ഇത് മുമ്പോട്ട് പോയപ്പോൾ പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് തോന്നുന്നു. അന്ന് എല്ലാവർക്കും ബൈബിൾ വായിക്കാൻ അറിയില്ല. അപ്പോൾ ഓരോ ബിഷപ്പന്മാരും പറയുന്നതനുസരിച്ച് ഇത് ആളുകൾ പലത് വിശ്വസിക്കാൻ തുടങ്ങി. ഇനി അവരാരും വിശ്വസിച്ചില്ലെന്ന് വിചാരിച്ചോ. ഇപ്പൊ നമുക്കറിയാം, നാട്ടിൻപുറത്തുള്ള ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണ സഭയെ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ഡോക്ട്രിനൽ ഫൈൻനെസ് ഒന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. ഇതെല്ലാം ഈ വേദശാസ്ത്രജ്ഞന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞ് പലതരം ഉപദേശങ്ങൾ ലോകം മുഴുവൻ സ്പ്രെഡായി. അങ്ങനെ വന്നപ്പോൾ ഈ AD 325 എനിക്ക് തോന്നുന്നു നിക്കാ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞൊരു പ്രമാണം അവർ കമ്പൈൽ ചെയ്തു. അതിനിടയിൽ തന്നെ ഒത്തിരി ദുരുപദേശങ്ങളെ ഈ സഭ കണ്ടം ചെയ്തു, സഭയുടെ കൗൺസിൽ കൂടിയിട്ട്. അങ്ങനെ കണ്ടം ചെയ്ത ഉപദേശങ്ങൾ ഒത്തിരി ഉണ്ട്. ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു ഉപദേശം, യേശുക്രിസ്തു ഒരു ഭൂതമായിട്ടല്ല, ആത്മാവായിട്ട്, അപ്പാരിഷനായിട്ടാണ് വന്നത്, ശരിക്കും ശരീരത്തിൽ വന്നില്ല എന്ന് പറയുന്ന ഒരു ഉപദേശം. അതുപോലെ യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള ഒരു ഉപദേശം, അരിയൂസ് ഏരിയൻ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് കാണുന്ന യേശുവിൻ നാമക്കാര്, മോഡലിസം അല്ലെ സൈബേലിയനിസം എന്നൊക്കെ എൻ്റെ പേര്, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ, ഇതെല്ലാം ഒരു കാലത്ത് സഭ കണ്ടം ചെയ്ത ഉപദേശങ്ങളാണ്. അപ്പൊ അങ്ങനെ കത്തോലിക്ക സഭയിൽ ഒത്തിരി മാലിന്യങ്ങൾ വന്ന് നിറഞ്ഞു. അവിടെ മുമ്പോട്ട് കാര്യങ്ങൾ പോകാൻ പറ്റാതെ വന്നപ്പോൾ മാർട്ടിൻ ലൂഥറിനെ പോലുള്ളവരെ എന്ത് ചെയ്തു, അവർ ഈ പഴയ ഉപദേശം പിടിക്കാൻ നോക്കി. അദ്ദേഹം റോമാലേഖനത്തെക്കുറിച്ച് ഒരു കമന്ററി എഴുതി, ഗലാത്യ ലേഖനത്തെക്കുറിച്ച് കമന്ററി എഴുതി. ഈ റോമാലേഖനമാണ് ഇവരെ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഈ 1-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ മാർട്ടിൻ ലൂഥർ ഈ നവീകരണം നടത്തുമ്പം ഒരിക്കൽ പോലും അന്ന് വരെ സഭ കണ്ടം ചെയ്ത ഒരു ഉപദേശം എടുത്തിട്ടില്ല. അതാണ് അതിനകത്ത് അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം മാർട്ടിൻ ലൂഥറിന് മുമ്പുണ്ടായിരുന്ന അഗസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നില്ല, ഗ്രേസ്, ഫെയ്ത്ത്, സാൽവേഷൻ. അപ്പൊ അഗസ്റ്റിന്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ജോൺ അല്ലെങ്കിൽ പോൾ, അതാണ് ആ അപ്പോസ്റ്റലിക് ഡോക്ട്രിനിലേക്ക് ലൂഥറിനെ കൊണ്ടുപോയത്. അപ്പൊ ഇന്നേ വരെ സഭയുടെ ചരിത്രത്തിൽ ഒരു ട്രൂത്ത് പ്രസംഗിക്കുന്ന, റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡോക്ട്രിൻസ് ഉള്ള ഒരു ചർച്ചിനെ സംബന്ധിച്ച് അവരൊരിക്കലും കണ്ടം ചെയ്തൊരു ഉപദേശത്തെ തിരിച്ചെടുത്തിട്ടില്ല, ഇന്നു വരെയില്ല. ഏതെങ്കിലും ഒരു, അന്നത്തെ ചർച്ചുകൾക്ക് വിവരമില്ലായിരുന്നെങ്കിൽ പോലും
പെർഫെക്റ്റ് ഡോക്ടർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു കണ്ടം ചെയ്ത ഒരു ഉപദേശത്തെ നമ്മൾ ആരും എടുത്തിട്ടില്ല. അതെല്ലാം കണ്ടം ചെയ്തതെല്ലാം പോയി. പക്ഷെ ഇന്ന് പലപ്പോഴും ഈ ദുരുപദേശങ്ങൾ വരുന്നതെല്ലാം അന്ന് കണ്ടം ചെയ്ത് കളഞ്ഞ ഉപദേശങ്ങളാണ്. അതാണ് ഇന്ന് വീണ്ടും അവിടെ ഇവിടെയൊക്കെ പൊട്ടിമുളച്ച് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ അങ്ങ് പോവാണ്. അപ്പൊ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡോക്ട്രിൻസ് എന്ന് പറയുമ്പോൾ ആ പാസ്റ്ററിന് തോന്നുന്നതല്ല റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡോക്ട്രിൻസ് എന്ന് പറയുന്നത്. അതിനൊരു യൂണിവേഴ്സൽ ചർച്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ബാക്ക് ബോൺ ഉണ്ട്. ഇവിടെ കുറേ ഫിലോസഫേഴ്സ് ആണ് ഈ വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഈ ഫിലോസഫേഴ്സ് വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബൈബിൾ വായിക്കുമ്പോൾ അതും ഇതൊക്കെ തോന്നും. ഒരു പാസേജ് വായിക്കുമ്പോൾ ഇവരുടെ തല ഭയങ്കര മടക്കുകളായിരിക്കും, ഇവരുടെ ഗ്രേ മാറ്റർ ഭയങ്കര കൂടുതലായിരിക്കും. ഇവർ ഇതിനെക്കുറിച്ച് പലതും ആലോചിക്കും. ആലോചിച്ച് സൂപ്പർ പ്രസംഗം ഉണ്ടാക്കി നിങ്ങളോട് പറയും. ആ ഫിലോസഫി എല്ലാം നമ്മളെ കൊന്നുകളയും. ഇന്ന് നിങ്ങൾ ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും തിരിച്ച് ആ ബൈബിൾ പാസേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ അത് അങ്ങനെ അല്ലല്ലോ എനിക്ക് തോന്നുന്നതെന്നായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. കാരണം ഈ ഫിലോസഫി പറഞ്ഞ് ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോയി. സഹോദരങ്ങളെ, ഈ ഫിലോസഫിയോട് നമ്മൾ മരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കം ടു ദ കോർ ഓഫ് ദ ബൈബിൾ. ആ ബൈബിളിനകത്ത് തന്നെ ഡോക്ട്രിൻസ് പെർഫെക്റ്റ്ലി എക്സ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യം നമുക്കുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ കോളേജിലല്ല ഇത് പഠിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഓരോ ചർച്ചിലുമാണ്, ഓരോ സഭയിലുമാണ് റൈറ്റ് ഡിസെമിനേഷൻ ഓഫ് ദി ട്രൂത്ത് സംഭവിക്കേണ്ടത്. ഇറ്റ് ഈസ് ഇൻസൈഡ് എവറി ചർച്ച്. വി ഷുഡ് ടീച്ച് എവ്രി വൺ, ഇൻസ്ട്രക്ട് എവ്രി വൺ ഇൻ ദ ലോർഡ്. അപ്പൊ അതിനകത്ത് ഒത്തിരി ഫിലോസഫി കിടക്കാതെ ഈ വേദപുസ്തകം അതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ റൈറ്റ് ഡോക്ടറിനാണ് നമ്മുടെ ചർച്ചിൽ പറയുന്നത്. ഞങ്ങൾ പറയുന്നതാണ് സത്യം, ഞങ്ങൾ പറയുന്ന പോലെ സത്യം വേറൊരു ചർച്ചിലും പറയുന്നില്ല നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്നെങ്കിലും ഒരു കാലത്ത് സഭയിൽ കണ്ടം ചെയ്യപ്പെട്ട ഒരു ഉപദേശം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോക്കാണ് സഹോദരൻ. പിന്നെ റീഫോർമേഷൻ ഡോക്ടറിന് ഉണ്ടായ ശേഷം കണ്ടം ചെയ്തു റീഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഓരോ സമയത്ത് ആ ഉപദേശം സ്വീകരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ എ കണ്ടംഡ് സ്റ്റേറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, വചനത്തിൽ നമുക്കൊരു പാസേജ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ടീച്ചിങ് ഞാൻ പറയുന്ന ഡോക്ടറിനെ സ്ഥാപിക്കാൻ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പ്രസംഗത്തിനും കാര്യമൊന്നുമില്ല. അത് ആ മനുഷ്യന്റെ ആശയം മാത്രമാണ്. ഈ മനുഷ്യന്റെ ആശയങ്ങൾ പ്രസംഗിക്കുക. അതുപോലെ അപകടകരമാണ് ഈ റൈറ്റ് ഡോക്ടറിന് പകരം നമ്മൾ റൈറ്റ് ഹ്യൂമൻ ബീയിങ്സിനെ ഫോളോ ചെയ്യുന്നത്. ഇന്ന് പല ചർച്ചുകളിലും പല ചർച്ചുകളിൽ നിന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ന് ചർച്ചുകളെക്കാളും കൂടുതൽ ഈ വെളിയിൽ നിന്ന് നമ്മൾ ആളുകളെ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗുരു, ഇപ്പൊ ഞാനൊരു ഗുരുവാന്ന് വെച്ചാൽ താടിയില്ലെന്നേ ഉള്ളൂ, എന്റെ പുറകെ കുറെ ആൾക്കാർ, ഞങ്ങൾ ചേസ് പാസ്റ്റർ പ്രസംഗമാണ് കേൾക്കുന്നത്. ചേസ് പാസ്റ്റർ എന്നെ മണ്ടത്തരം പറഞ്ഞാലും ഞങ്ങൾക്കത് ദൈവവാക്യമാണ്. അതെന്താ ബ്രദറെ അങ്ങനെ? പുള്ളി ഒത്തിരി കഷ്ടപ്പെട്ട് സുശേഷ വേല ചെയ്യുന്ന ആളാണ്. ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാൾക്ക് തെറ്റു പറ്റുമോ? അയ്യോ, നക്സലേറ്റുകളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, അവർക്ക് തെറ്റേ പറ്റുന്ന മൊത്തം. ഈ കഷ്ടപ്പെടുന്നവർക്ക് തെറ്റ് പറ്റില്ല, സഫറിങ്ങിലൂടെ പോകുന്നവർക്ക് തെറ്റ് പറ്റില്ല. ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ എന്തുമാത്രം സഫറിങ്ങിലൂടെ പോയിട്ടുള്ള, എന്തുമാത്രം ഒരു കഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ സഭയ്ക്ക് വേണ്ടിയൊക്കെ തെറ്റ് പറ്റിയിട്ടില്ല. ഉപദേശം മുഴുവൻ തെറ്റായിരിക്കും. നമ്മൾ ചില ആളുകളെ അവർ കഷ്ടപ്പെട്ടു, പണ്ട് കാലത്ത് കഷ്ടപ്പെട്ട ഒരു നോർത്ത് ഇന്ത്യയിൽ എന്തുമാത്രം സുവിശേഷ വേല ചെയ്യുന്നറിയാം, അതുകൊണ്ട് അയാൾ പറയുന്ന എല്ലാം സത്യമാണ്. അയാൾ പറയുന്ന എല്ലാം എങ്ങനെ സത്യമാവുന്നേ? അയാളും തിരുത്തപ്പെടണം. ബിക്കോസ് ബൈബിൾ ഈസ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. അല്ല നമ്മളൊരാളിൽ ഇംപ്രസ്ഡ് ആയിപ്പോയിട്ട് അയാൾ ഭയങ്കര ദൈവവേലയാണ്, ഇനി അയാളാണ് എൻ്റെ പാസ്റ്റർ എന്ന് പറയരുത്. വചനമാണ് നമ്മുടെ ഗുരു. ഓൺലി ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് ഈ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ഒത്തിരി ഹ്യൂമൻ ഇൻഫ്ലുവൻസസിനെ കട്ട് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ വി വിൽ സ്വേ ഇൻ വൺ ഡയറക്ഷൻ ഓർ ഇൻ അനദർ ഡയറക്ഷൻ. അപ്പൊ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുപദേശിച്ചാലും ആൾക്കാർ ചോദിക്കും, ഇത് ഇങ്ങനെ തന്നെയാണോ പാസ്റ്ററെ ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ നിന്നൊരു പാസേജ് എടുത്ത് അവരെ കാണിക്കാൻ പറ്റണം. അതല്ല എങ്കിൽ യു ആർ ഇൻ എറർ. അപ്പൊ ഒരു സഭയിൽ ഈ ഫൗണ്ടേഷൻസ് വന്നു കഴിഞ്ഞാൽ, വന്നില്ലെങ്കിലുള്ള കുഴപ്പം നമുക്കറിയാം. അടുത്ത തലമുറയോട് ഒരു വളവെന്ന് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട്? ഇവൻ ആലോചിക്കാൻ, എത്ര ദൈവങ്ങളുണ്ട്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, 3. ഞങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ട്. 3 ദൈവങ്ങൾ? ഇവനൊന്നും അറിയാൻ മേല ഇത് തൃത്വമാണോ എന്താണോ, ഏകദൈവമാണ്,
ഒന്നും അറിയത്തില്ല. അപ്പോൾ അപ്പുറത്തിരുന്ന ഒരു മുസ്ലിം പറഞ്ഞു കൊടുക്കും, കണ്ട, നിങ്ങൾക്കറിയാമേ ഒരു ദൈവമേ ഉള്ളൂ, ബൈബിളിൽ തന്നെയുണ്ട്, ഏക സത്യദൈവം. ശരിയാണല്ലോ, മുസ്ലിങ്ങളായിരിക്കും ശരി, കാരണം ഇവർക്കൊന്നും അറിയാൻ മേല. തൃത്വത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ക്ലാസ് ചർച്ചിൽ? വചനത്തിനകത്ത് എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ പുത്രത്വം, ദൈവത്തിന്റെ പിതൃത്വം, എങ്ങനെയാണ് ആ 3 വ്യക്തികൾ വെളിപ്പെട്ട് വരുന്നത്? അത് എത്ര മനോഹരമായ ഒരു ഉപദേശമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, തൃത്വത്തിന്റെ ഉപദേശം ഇല്ലെങ്കിൽ രക്ഷ പോലും നമുക്ക് പറയാൻ പറ്റില്ല. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ ഈ പുത്രനെ പിതാവ് വിട്ടുകൊടുത്തതിനകത്ത് എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? ഒരു അത്ഭുതം ഇല്ല. യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ 4 വർണ്ണത്തിനെ സൃഷ്ടിച്ചാൽ പോരെ? അതിനകത്ത് എന്താ ഇത്ര വില കൊടുത്തെന്ന് പറയുന്നത്? ദൈവമായതുകൊണ്ടാണ് അതിന് വില. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നുള്ളതിനകത്താണ് ആ പാഷൻ വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഉപദേശങ്ങളിൽ ഓരോന്നും എവിടെ സ്ലിപ്പാവുമ്പോഴും നമ്മുടെ വിശുദ്ധ ജീവിതവും നമ്മുടെ കാത്തിരിപ്പും എല്ലാം അപകടത്തിലാവുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വി നീഡ് ടു ട്രെയിൻ അവർ ചിൽഡ്രൻ ഇൻ ദ റൈറ്റ് ഡോക്ട്രിൻ. ഏത് സമയത്ത് ഉത്തരം പറയുവാൻ, പ്രതിവാദം പറയുവാൻ, ആരെങ്കിലും നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരു കാരണം ചോദിച്ചാൽ ഇതാണ് ആ കാരണമെന്ന് പറയുവാൻ ശക്തരായ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിലില്ലെങ്കിൽ ഈ പിള്ളേർക്ക് ഇന്ന് ആകെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഇതൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലേ? നമ്മുടെ സഭയെ പഠിപ്പിക്കുന്നത് എന്താ? നിനക്കൊരു ജോലി കിട്ടണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, അല്ലേ? നിനക്കൊരു നല്ല മാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, രോഗം മാറാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നുണ്ട്, പൈസയും കൊടുക്കുന്നുണ്ട്, പക്ഷെ പരിപാടി ഒന്നും നടക്കുന്നില്ല. അതല്ല ഉപദേശം. ബൈബിളിൽ എവിടെയാണ് നിനക്ക് നല്ല മാർക്ക് തരാമെന്നുള്ള വാഗ്ദത്തം? ബൈബിളിൽ എവിടെയാണ് നിങ്ങൾക്ക് നല്ല ജോലി തരാമെന്നും നിങ്ങളെ വിദേശ രാജ്യത്ത് സെറ്റിൽ ചെയ്യിപ്പിക്കാന്നുള്ള ഉപദേശം? ബൈബിളിൽ വാഗ്ദത്തം എവിടെ കിടക്കുന്നത്? ഒരിടത്തും ഇല്ല. ബൈബിളിൽ ഇല്ലാത്തൊരു വാഗ്ദത്തം കൊടുത്തിട്ട് അതിൽ വിശ്വാസം ആഡ് ചെയ്തിട്ട് ഇതാണ് വിശ്വാസം, വിശ്വസിക്കും മോനെ എന്ന് പറഞ്ഞ് പിള്ളേരെ വളർത്തിക്കൊണ്ടുവരുന്നു. പിള്ളേര് വളർന്നൊരു അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്കും ഈ വിശ്വാസം അവർക്ക് കണ്ടെത്താൻ പറ്റാതെ വരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാവുന്നില്ല. ദൈവം അതല്ല വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ദൈവം പ്രാർത്ഥന കേൾക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ദൈവത്തിന് കേൾക്കാം. പക്ഷെ വാഗ്ദത്തങ്ങളൊന്നും അവിടെ അല്ല കിടക്കുന്നത്. അപ്പോൾ അടുത്തൊരു ജനറേഷൻ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇന്നലെ ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം, അടുത്തൊരു തലമുറ ഉണ്ടാവില്ല, ഈ പ്രായമായവരാണ് മുഴുവൻ കേരളത്തിലുള്ളത്. ചർച്ചകളെല്ലാം പൂട്ടിയിടേണ്ടി വരും. അത് മാത്രമല്ല, ഇനി അഥവാ തുറന്നാലും എന്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതെന്ന് അറിയാൻ വയ്യാത്തവരായിരിക്കും കൂടുതൽ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു മാസം മുമ്പ് ഞാനൊരു ചർച്ചിൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു, നിങ്ങൾ പണ്ട് കാലത്ത് ഓർമ്മയുണ്ട് ഒരു ട്രാക്ട്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? ഓർമ്മയുണ്ട്? നിങ്ങൾ ആ ട്രാക്ട് കുറെ വാങ്ങിക്കുക, എന്നിട്ട് നിങ്ങൾ IPCയിലും ചർച്ച് ഓഫ് ഗോഡിലും നിങ്ങളുടെ പെന്തക്കോസ്ത് ചർച്ചുകളിലൊക്കെ പോകുമ്പോൾ ഈ ട്രാക്ട് കുറച്ച് കയ്യിൽ കരുതുക. എന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, കർത്താവ് എന്നാ പോവോ? അപ്പൊ അവൻ പറയും, അറിയാൻ മേല, ദൈവം അനുവദിക്കുന്ന പോലെ കരുണ കാണിച്ചാൽ പോവും, സ്വഭാവം നോക്കിയാൽ പോകാൻ സാധ്യതയില്ല. എന്നാ ഇതാ ട്രാക്ട്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഇതിനകത്ത് തന്നെ കൊടുത്തു തുടങ്ങും. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനിക്കുന്നത്? നിങ്ങളൊരു പെന്തക്കോസ്തിൽ ഒരു സഹോദരനെ, ഒരു പാസ്റ്ററെ വിളിച്ചിട്ട് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഇന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് വലിയൊരു പങ്കിനും ഇത് പറയത്തില്ല. എന്താ കുഴപ്പം? വി ആർ നോട്ട് ഇൻസ്ട്രക്റ്റഡ് ദം. വി ഹാവ് ബ്രോട്ട് ദം ടുഗദർ, ബട്ട് വി ഹാവ് നോട്ട് ട്രെയിൻഡ് ദം ഇൻ ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. എത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഉപദേശമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് വീണ് കഴിഞ്ഞാൽ, ആ ഒരു ടീച്ചിങ് ഒരു ചർച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ചർച്ചിന് ഒരിക്കലും തോക്കാൻ പറ്റത്തില്ല. കാരണം പൗലോസ് പറയുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനത്തിന് മുകളിൽ വേറൊന്നിടുവാൻ ആരെ കൊണ്ടും സാധിക്കില്ല. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നാരോ ഗേറ്റ്, വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ലോർഡ് ഓപ്പറേറ്റ്സ് ആൻഡ് ഹൗ ഗോഡ് സേവ്സ് യു, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വെളിപ്പാടായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റത്തില്ല. കാരണം അത് അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ കൺവിൻസ് ചെയ്യുന്നതാണ്. ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആത്മാവിന്റെ നടത്തിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനേകം കാര്യങ്ങൾ അനുവദിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഈ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലൊരു സഭ പണിയപ്പെട്ടില്ലെങ്കിൽ
ഈ സഭകൾ വഞ്ചിക്കപ്പെടും എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വചനം പഠിക്കേണ്ടത്? എങ്ങനെയാണ് ഈ ബിബ്ലിക്കൽ തിയോളജി, അതായത് നമുക്ക് ചർച്ചിൽ സിസ്റ്റമാറ്റിക് തിയോളജി ഒന്നും പഠിപ്പിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല, പക്ഷെ ബിബ്ലിക്കൽ തിയോളജി, അതായത് ബൈബിളിൽ നിന്ന് നമുക്ക് ഈ ഡോക്ട്രിൻസ് പഠിപ്പിക്കാൻ ഞാൻ അതിനെ കണ്ടിരിക്കുന്ന ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം ദ ബുക്ക് ഓഫ് ജോൺ. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? 1-ാം അധ്യായം, 3-ാം അധ്യായം, 6-ാം അധ്യായം യേശു കർത്താവിന്റെ പഠിപ്പിക്കൽ, ജീവനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളിലേക്ക് ക്രിസ്തുവിന്റെ ജീവനെ പകരുന്നത്? 16-ാം അധ്യായം, 16 12 മുതൽ അങ്ങോട്ട് മുഴുവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തു അന്ന് ജീവിച്ച ജീവൻ നമുക്ക് എങ്ങനെയാണ് ആത്മാവ് പകർന്നു തരുന്നത്? ആ ഒരു ആത്മാവിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ജീവൻ ഏത് ഷേപ്പിലുള്ളതായിരിക്കും? അത് ഫലം കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒബീഡിയൻസ് എന്താണ്? ആത്മാവ് നമുക്ക് തരുന്ന ജീവന്റെ ഒബീഡിയൻസ് എന്താണ്? ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ഗോസ്പൽ ട്രാക്റ്റ് ആണ് ജോൺസ് ഗോസ്പൽ. നമ്മൾ മത്തായിയുടെ, മർക്കോസിന്റെ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെയാണ് ഈ സൂചിക്കുഴകളൊക്കെ ഉള്ളത്. പക്ഷെ സൂചിക്കുഴകൾ എങ്ങനെ കടക്കാം എന്ന് പറയുന്നത് യോഹന്നാനാണ്. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ആത്മാവ് ജനിച്ചവനെല്ലാം കാറ്റുപോലെയാണ്. കാറ്റുപോലെ ആയാലേ ഈ സൂചിക്കുഴ കിടക്കും. അതൊന്നും കൂടെ ജനിക്കുമ്പോൾ നമുക്ക് കാറ്റിന്റെ പ്രകൃതം, കർത്താവിനാൽ എവിടെയും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ സൂചിക്കുഴയുടെ കിടക്കാൻ പറ്റുന്നത്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൊത്തം ലൈഫ് എങ്ങനെയാണ് നമുക്ക് ഈ 1, 2, 3 സുവിശേഷങ്ങളിൽ പറയുന്ന ആ റൈച്ചസ്നെസ്സിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ്. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ അതൊരു വലിയൊരു ട്രാക്റ്റാണ്. അതിനകത്ത് 20-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഞാനിത് എഴുതി തന്നെ നിങ്ങൾ അവനിൽ വിശ്വസിക്കാനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും വേണ്ടിയാണ്. പിന്നെയാണ് ചർച്ചിന്റെ തിയോളജി വരുന്നത്. ആദ്യം ഒരാൾ വീണ്ടും ജനിക്കണമല്ലോ. പിന്നെയാണ് ചർച്ച് ഡോക്ട്രിൻസിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ അപ്പോസ്തോലിക ലേഖനങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഇത്രയും പഠനങ്ങൾ നമ്മുടെ സഭയിൽ ഓരോ വിശ്വാസിക്കും ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരിജ്ഞാനത്തിലേക്ക് പോകാൻ സാധിക്കും. കാരണം ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ടീച്ചേഴ്സാണ് നമുക്ക് ജീവിതകാലം മുഴുവനുള്ളത്. ഒന്ന് വേദപുസ്തകമാണ്, മറ്റൊന്ന് പരിശുദ്ധാത്മാവാണ്. ഇതെങ്ങനെയാണ് ഈ 2 ടീച്ചേഴ്സും ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ റൈറ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നതിനകത്ത് വചനത്തിന്റെ പഠനം മാത്രമല്ല, ആത്മാവിന്റെ നടത്തിപ്പും കൂടിയുണ്ട്. അപ്പോൾ ആത്മാവിന്റെ നടത്തിപ്പില്ലാതെ വചനം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വചനം നിർജീവമാണ്. ആ വചനം കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. അതാണ് ഇന്ന് പല ചർച്ചകൾക്കും പറ്റുന്നത്. അവർ വചനം ഒത്തിരി പഠിക്കും, പക്ഷെ ആത്മാവിന്റെ നടത്തിപ്പില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 5 പോയിന്റ് എന്ന് പറഞ്ഞ് അവർ കാണാതെ പഠിക്കുമെങ്കിലും ഈ ആത്മാവിന്റെ ജീവൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും, ഇനി വേണ്ട തൃത്വം എന്ന വിഷയം വചനത്തിൽ നിന്ന് മാത്രം പഠിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഒരു ദൈവം, 3 വ്യക്തികൾ, അല്ലേ മനസ്സിലാവുന്നത്? എന്നാൽ നമ്മളെ ജീവനിൽ പഠിക്കുമ്പം അതങ്ങനെയല്ല. അത് മാത്രമല്ല, അതാണ് ഫൗണ്ടേഷൻ. അത് മാത്രമല്ല, പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. തൃത്വത്തിന്റെ എഫക്റ്റ് അതാണ്. ആ നല്ല ദാനം, സ്നേഹം, കരുണ, ഇതെല്ലാം ഉത്ഭവിച്ചത് ആ ത്രിയേക ദൈവത്തിന്റെ പരസ്പര എക്സ്ചേഞ്ചിലാണ്. അവർ ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നാകേണ്ടതിന്. അപ്പൊ ആ ട്രിനിറ്റി എന്നുള്ള പഠിപ്പിക്കലിനകത്ത് സ്പിരിച്വൽ ഇംപ്ലിക്കേഷൻസ് ഭയങ്കരമാണ്. അതാണ് ജീവൻ. നാം ഒന്നാകേണ്ടതിന് എന്ന് നമ്മുടെ ഉള്ളിൽ വരണം. നാം ഒരേ ആത്മാവിൽ ഒന്നാകേണ്ടതിന്, ക്രിസ്തു എന്ന തലയിൽ അനേക അവയവങ്ങളായി പണിയപ്പെട്ട് ഒരു ശരീരമാകേണ്ടതിന്, ആ ഒരു മിസ്റ്റിക്കൽ, ആ ഒരു എന്താ പറയുന്നത്, മാർമികമായ, മിസ്റ്റീരിയസ് എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാ. ആ ഒരു കർത്താവിന്റെ മാർമിക ശരീരം, ആ ഒരു ശരീരം ആയിട്ട് വൺ ആണെന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ വരണമെങ്കിൽ തൃത്വം അതിന്റെ ബാക്ക്. അതുകൊണ്ട് ഓരോ പഠനങ്ങൾക്കകത്തും ജീവൻ നമ്മളിൽ വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ഇറ്റ്സ് ലിറ്ററൽ സെൻസ്, ബട്ട് ഓൾസോ ദ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ഈ വചനം പഠിക്കുമ്പോൾ ആത്മാവിൽ പഠിക്കണമെന്ന് മാത്രമല്ല, വചനത്തിലൂടെ അപ്പോസ്തലന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അടിസ്ഥാന ഉപദേശങ്ങളാണ്. പരിജ്ഞാനം നമ്മൾ ആത്മാവിൽ പഠിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഞാൻ തീരുമാനിക്കുകയാണ് കർത്താവ് വിളിക്കുമ്പോൾ പോകണം.
ഞാൻ ഇനി ആശുപത്രിയിലൊന്നും പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചല്ല കേട്ടോ, എക്സാമ്പിൾ പറയാം. ഞാൻ ഇനി ആശുപത്രിയിലൊന്നും പോകുന്നില്ല. കർത്താവ് വിളിക്കുമ്പോൾ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. കർത്താവ് എന്നെ വിളിക്കുമ്പം അയ്യോ ഞാൻ വരുന്നില്ലേ എന്ന് പറയേണ്ട ഞാൻ ICUയിലോട്ട് ഓടുന്നത് എന്തിനാണ്? പോയേക്കാം, വിളിക്കുമ്പോൾ പോയേക്കാം. ഇത് വചനത്തിലില്ല കേട്ടോ, വചനത്തിലില്ല. എനിക്ക് കിട്ടിയ പരിജ്ഞാനമാണ്. അത് വേറൊരാളുടെ തലയിൽ വെക്കാൻ പാടില്ല, കാരണം വചനത്തിലില്ല. അത് ആത്മാവ് എന്നോട് പറഞ്ഞാണ്, എനിക്കനുസരിക്കാം, വേറൊരാളോട് പറയാൻ പാടില്ല. അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. സ്വത്ത്, കർത്താവ് പറയാണ് നീ സ്വത്ത് സ്വരൂപിക്കണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ, വേണ്ട. പുൾപ്പിറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ ആരും സ്വത്തുണ്ടാക്കില്ലെന്ന് എനിക്ക് പറയാൻ പാടില്ല, കാരണം അത് പരിജ്ഞാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പരിജ്ഞാനത്തിൽ ഒരാൾ നടക്കുമ്പോൾ അത് അയാൾക്ക് മാത്രമുള്ളതാണ്. വേറൊരാളെ ആ പരിജ്ഞാനത്തിലായിരിക്കില്ല കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ്, എന്നാൽ ഫൗണ്ടേഷൻ മുഴുവൻ ഒന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ലഭിച്ച പരിജ്ഞാനമല്ല പുൾപിറ്റ് എന്ന് പറയേണ്ടത്. അത് മെഡിറ്റേഷൻസ് ആണ്, നമ്മുടെ പേഴ്സണലാണ്. അത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. അത് വേണേൽ ആൾക്കാർ കണ്ടോട്ടെ, നാളെ ഇവരിങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കോട്ടെ. കാരണം ക്രിസ്തുവിന്റെ മാർക്കുകൾ നമ്മുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ച് അവസാനിച്ച് പോകുമ്പം തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു പരിജ്ഞാനത്തിന്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാവും, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അത് ഇൻസ്ട്രക്ട് ചെയ്യേണ്ട ഡോക്ട്രിൻ അല്ല. ഇൻസ്ട്രക്ട് ചെയ്യേണ്ട ഡോക്ട്രിൻ എന്ന് പറയുന്നത് എപ്പോഴും വേദപുസ്തകത്തിന്റെ, അപ്പം ആ വേദപുസ്തകത്തിന് മുകളിലേക്ക് ഒരു പരിജ്ഞാനത്തിന്റെ തലം, നന്മ തിന്മകളെ വിവേചിക്കുന്ന, ക്രിസ്തു ആണെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നോ എന്ന് വിചാരിക്കുന്ന ഒരു തലം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, എൻ്റെ ലൈഫിൽ നിന്നുണ്ടായ ഒരു എക്സാമ്പിൾ. അതോടുകൂടി ഇത് അവസാനിക്കാം ഇന്നത്തെ ക്ലാസ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലത്ത്, ഞാൻ പക്ഷേ ഈ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഈ രണ്ട് ടീച്ചേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ നിന്റെ വഴി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. കടമാണ്, 40 രൂപയുള്ളൂ, പക്ഷെ കൊടുക്കാനില്ല കയ്യിൽ. അടുത്ത പലചരക്കട 40 രൂപ കടമുണ്ട്, വീട്ടാൻ പറ്റുന്നില്ല. ഇനി അരി മേടിക്കണമെങ്കിൽ കടം മേടിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് വീട്ടിലൊരു ചെയർ പോലും ഇടാനില്ലാത്ത ഒരു സാഹചര്യം. ആന്ധ്രയിൽ ഞങ്ങൾ മിഷണറിമാരായിരിക്കുന്ന ആദ്യ കാലഘട്ടം, ആരെയും പരിചയമില്ലാത്തൊരു കാലഘട്ടം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, പൈസയ്ക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല, ഒരു സ്വപ്നം ഞാൻ കാണുന്നു. ഒരു ദിവസം രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ആ സ്വപ്നത്തില് ഭയങ്കര ഇടുക്കുള്ള ഒരു പാറക്കെട്ടിലൂടെ ഞാൻ നടന്നു കയറി പോകുന്നതായിട്ടാണ്. അപ്പൊ എൻ്റെ ദേഹമെല്ലാം മുറിയുന്നുണ്ട്, മുള്ള് ചുറ്റുമുണ്ട്. ഇതിനകത്തോടെ ഇഴഞ്ഞു പോയി ദേഹമെല്ലാം മുറിയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സ്വപ്നത്തിൽ തന്നെ ഈ മുള്ളിനിടയിലൂടെ താഴോട്ട് നോക്കുമ്പോൾ ഒരു നല്ല വഴി കിടക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ പറയാണ്, ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നീ ഞങ്ങൾക്കൊരു വഴി തുറന്നതിനായിട്ട് സ്തോത്രം. ഇത് സ്വപ്നത്തിൽ പറയുന്ന കേട്ടോ. സ്വപ്നത്തിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവ്, ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നീ ഞങ്ങൾക്കൊരു വഴി തുറന്നു തന്നതിനായിട്ട് സ്തോത്രം. കണ്ണു തുറന്നപ്പോൾ കർത്താവിന്റെ വചനം എന്നോട് പറയാണ്, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേ പോകുന്നവർ അനേകരുമാകുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പം ദാ വരുന്ന അമേരിക്കയിൽ നിന്ന്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്ത് സപ്പോർട്ടും ചെയ്യാമെന്നും പറഞ്ഞ ആളുകൾ. കർത്താവ് എന്നോട് അപ്പം തന്നെ പറഞ്ഞു, 3 നാശത്തിലോട്ട് പോകുന്ന വഴി വിശാലം അതിലെ കിടക്കുന്നവർ അനേകരുമാകുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? പറ്റില്ല എന്ന് പറഞ്ഞു. കൊണ്ടുവന്നയാള് ഭയങ്കര വിഷമായി പോയി. വളരെ കഷ്ടപ്പെട്ടാണ് പുള്ളി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, ഇത് ഭയങ്കര പ്രശ്നമായി. ആ കൊണ്ടുവന്ന ആൾ എന്നോട് 10 വർഷം കൊണ്ട് മിണ്ടിയില്ല. പക്ഷെ കർത്താവ് സമ്മതിക്കുന്നില്ല. ഞാൻ പിന്നെ ഒത്തിരി പ്രാവശ്യം ആലോചിച്ചു, അന്നത് വാങ്ങിച്ചിരുന്നെങ്കിൽ. വാങ്ങിക്കുന്നതിന് തെറ്റുണ്ടോ? നമ്മുടെ കയ്യിലില്ല, ശുശ്രൂഷ നടക്കണം, മിഷൻ നടക്കണം, അപ്പൊ ആരെങ്കിലും തന്നാ വാങ്ങിക്കരുതെന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? പ്രസംഗിക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു വേണ്ട. അന്ന് ഞാനത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാകുമായിരുന്നു. അവിടെ ഒരു കെട്ടിടമൊക്കെ പണിതേനെ, ഓർഫനേജും ഹോസ്റ്റലും ഒക്കെ തുടങ്ങിയേനെ. ഞാൻ അവിടെ ഇരുന്ന് ഇപ്പം ഈ ദിവസം ആലോചിക്കുമായിരുന്നു, എത്ര പേരുണ്ട്, ഈ ആഴ്ചത്തേക്കുള്ള ഫുഡുണ്ടോ, അരി ഇനി മാർക്കറ്റിൽ എന്തെങ്കിലും വാങ്ങിക്കണോ, അമേരിക്കയോട്ടുള്ള കണക്ക് കൊടുത്തോ, എന്താ പറയുക, ഓഡിറ്റിങ്ങിന്റെ കാര്യം എന്തായി, ഇത് അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നേനെ.
അത് മാത്രമല്ല, മരിക്കാറാകുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ, ഒന്നുമില്ലാത്തവനായിട്ട് ഞാൻ ആന്ധ്രയിൽ വന്ന് നിന്റെ കരുണയാണ് എന്നെ ഇങ്ങനെ ആക്കിയെന്ന്. പക്ഷെ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും ഞാൻ അറിയുന്നത് പരിജ്ഞാനം അതല്ലായിരുന്നു, വിശാലമായ വഴിയാണ് നീ തിരഞ്ഞെടുത്തത്. നീ ഇടുക്കുവഴിയുടെ പോയിരുന്നെങ്കിൽ നിന്നെ അനേകം ആളുകളുടെ മുമ്പിൽ ഈ വചനവുമായിട്ട് നിർത്താൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചിരുന്നത് എന്ന് മനസ്സിലാകുന്നത് അവിടെ ചെല്ലുമ്പോഴായിരിക്കും. ഞാൻ വിചാരിക്കും ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. കാരണം നമ്മൾ വചനം പഠിക്കുക എന്നുള്ളത് ആ ഫൗണ്ടേഷനായിട്ട് നിൽക്കുമ്പോൾ തന്നെ, വചനത്തിൽ നിന്ന് തന്നെ ആത്മാവിനോട് പറഞ്ഞത് നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അവിശാലമായ വഴി നാശത്തിലേക്ക് പോകുള്ളൂ. ഇത് പരിജ്ഞാനമായിട്ടുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എനിക്ക് പരിജ്ഞാനമായിട്ടുള്ളിൽ വരാഞ്ഞുകൊണ്ടാണ് ആത്മാവ് ആ സമയത്ത് എന്നെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് അത് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവണമെന്നാണ്. അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് ഫ്രം ക്രൈസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ഇഫ് യു ഹാവ് എ സൗണ്ട് ഡോക്ട്രിൻ അഡ്മിനിസ്ട്രേറ്റ് ടു യു, നിങ്ങൾ അടിസ്ഥാന വേദോപദേശങ്ങളിൽ നിങ്ങൾ ട്രെയിൻഡ് ആണെങ്കിൽ നിങ്ങളെ ആത്മാവ് പരിജ്ഞാനത്തിന്റെ ഇടുക്കുവഴികളിലൂടെ ഉറപ്പായിട്ടും നടത്തിയിരിക്കും. ഈ ഫൗണ്ടേഷൻ ഉറക്കാത്തിടത്തോളം കാലം അതിനു മുകളിൽ ഒരു പരിജ്ഞാനത്തിന്റെ സൂപ്പർ സ്ട്രക്ചർ പണിയുക അസാധ്യമാണ്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ചർച്ച് ടു rightly administer the word of truth, rightly administer the doctrines of the Bible. God bless you.